പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങുക. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ബജറ്റിൽ കേരളവും വലിയ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. ഫെബ്രുവരി 3, 4, 6 തീയതികളിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഇന്ത്യൻ സാമ്പത്തിക രംഗം. ആദായ നികുതി ഘടനയിൽ ഉൾപ്പെടെ ഇളവുകൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇക്കണോമിക് ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ള ഈ കൺസംഷൻ റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ഒരു ആ റേറ്റുകൾ കുറഞ്ഞുകൊണ്ട് വരുന്നൊരു സാഹചര്യത്തിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഏത് രീതിയിലുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുള്ളതാണ് പൊതുവെ എക്കണോമിക് സർക്കിളുകളെല്ലാം നോക്കുന്നത്. അതുപോലെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷനുള്ള മാർഗങ്ങൾ ഇതിൽ പ്രകടമാകുമോ, ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷൻ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, ഒരു ഓവറോൾ ഫിസിക്കൽ മാനേജ്മെൻറ്റ്, അതങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാ കേന്ദ്ര ബജറ്റ് കാലത്തും ഉയരുന്ന ആവശ്യമാണ് കേരളത്തിന് എയിംസ് എന്നത്. ഇത്തവണയും എയിംസും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും കേരളം പ്രതീക്ഷിക്കുന്നു. കേരളത്തിന് എല്ലാ കാലത്തും ഓരോ ബജറ്റിലും കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഈ ബജറ്റിലും ആ പ്രയോജനം കേരളത്തിന് ലഭിക്കും. ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഡൽഹിക്കായി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും രാജ്യത്തിനാകെ ഗുണമാകുന്ന ജനകീയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഡൽഹിയിലും ഗുണം ചെയ്യുമെന്ന് സർക്കാരും BJPയും കണക്കുകൂട്ടുന്നുണ്ട്. 2 ഘട്ടമായി നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 സമാപിക്കും. മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയാണ് രണ്ടാം ഘട്ടം. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം ഇന്ന് ചേരും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ പരിഗണിക്കുന്ന പാർലമെന്റിന്റെ സംയുക്ത സമിതിയും ഇന്ന് യോഗം ചേരും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.